നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുന്നിലെത്തുന്ന രോഗികളോട് കരുണയോടെ പെരുമാറിയ ഡോക്ടർ സ്വയം അനസ്തേഷ്യ കുത്തിവെച്ച് മരണത്തിന് കീഴടങ്ങിയതിന്റെ ഞെട്ടലിലാണ് കുടുംബത്തിലുള്ളവരും സുഹൃത്തുക്കളും അയൽവാസികളും. ആശുപത്രിയിലെ ജീവനക്കാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണൻ. ഇന്നലെ ഉച്ചയ്ക്കും ആശുപത്രിയിൽ മുഖത്ത് ചിരിയുമായി നടന്നുപോയ അഭിരാമിയെ കണ്ടവരുണ്ട്. രാത്രിയായപ്പോൾ അവർ അറിഞ്ഞത് പ്രിയപ്പെട്ടവളുടെ മരണവിവരമാണ്. ഇന്നലെ രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ ചർച്ചകളാണ് നടന്നത്. ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടും പോലീസും അത് വെളിപ്പെടുത്തിയില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ അഭിരാമിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ്. മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നും ജീവിതം മടുത്തതുകൊണ്ട് പോകുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. അഭിരാമി താമസിച്ചിരുന്ന മെഡിക്കൽ കോളേജിനടുത്തുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം അഭിരാമത്തിൽ മുൻ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ ബാലകൃഷ്ണന്റെയും രമാദേവിയുടെയും ഏക മകളാണ് അഭിരാമി. ആത്മഹത്യാക്കുറിപ്പിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമാകും. ഇതിനിടെ കോളേജിൽ അഭിരാമിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൂചനകൾ വരുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉള്ളൂർ PT ചാക്കോ നഗറിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുറി തുറക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചുവെന്നാണ് നിഗമനം. 6 മാസം മുമ്പായിരുന്നു കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ഡോക്ടർ പ്രതീഷുമായി അഭിരാമിയുടെ വിവാഹം നടന്നത്. പ്രതീഷ് മുംബൈ ESI ആശുപത്രിയിൽ ഡോക്ടറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MT പഠനം പൂർത്തിയാക്കിയ ശേഷം ബോണ്ട് നിർബന്ധപ്രകാരം ജോലി നോക്കുകയായിരുന്നു അഭിരാമി. കഴിഞ്ഞ ഡിസംബറിൽ PG വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തിരുന്നു. ഡോക്ടർ അഭിരാമിയുടെ മരണം കൂടിയായതോടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഞെട്ടലിലാണ്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിങ്കളാഴ്ച രാത്രിയും കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ഇന്നലെ റൂമിലെ സഹതാമസക്കാരി എത്തിയപ്പോഴാണ് മുറി അകത്തു നിന്ന് പൂട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തട്ടി വിളിച്ചിട്ടും മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ച് കയറി നോക്കിയപ്പോഴാണ് അഭിരാമിയെ കട്ടിലിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണോ കോളേജിലെ പ്രശ്നങ്ങളാണോ ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിലെ വ്യക്തമാകും. അഭിരാമി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നെന്ന് പിതാവ് ബാലകൃഷ്ണൻ പറഞ്ഞു. കൊല്ലത്ത് ഭർതൃഗൃഹത്തിൽ വൈകിട്ട് പോകുമെന്നാണ് അഭിരാമി ആ സമയം പറഞ്ഞത്. അഭിരാമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത്. അജ്ഞാത രാസപദാർത്ഥം അനസ്തേഷ്യ മരുന്നാണോ എന്ന കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ. അനസ്തേഷ്യ മരുന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എങ്ങനെ സംഘടിപ്പിക്കുന്നുവെന്നത് അടക്കം ചർച്ചകളിലെത്തും. സാധാരണ കുടുംബത്തിൽ നിന്നും പഠനത്തിലെ മികവുമായി മുമ്പോട്ട് നീങ്ങിയ മിടുക്കിയായിരുന്നു ഡോക്ടർ അഭിരാമി. അനസ്തേഷ്യ മരുന്ന് പ്രയോഗിച്ചാണ് ആത്മഹത്യ എന്നാണ് സൂചന. എങ്ങനെ ഈ ഡോക്ടർ ഇത് സംഘടിപ്പിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഡോക്ടർ ഷഹനയും ഇതേ വഴിയിലൂടെയാണ് ജീവനൊടുക്കിയത്. കുറച്ചു കാലം മുമ്പ് കാറിനുള്ളിൽ ഇതേ രീതിയിൽ മറ്റൊരു ഡോക്ടറും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ സ്ഥിരമാകുമ്പോഴും അധികാരികൾ വേണ്ടതൊന്നും ചെയ്യുന്നില്ലെന്നാണ് വസ്തുത. കഴിഞ്ഞ 3 വർഷമായി മെഡിക്കൽ കോളേജിന് സമീപത്തെ വീട്ടിൽ പെയിൻ ഗസ്റ്റായി താമസിച്ചു വരികയാണ് അഭിരാമി. വരും മണിക്കൂറുകളിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.